ക്രിസ്ത്യൻസും മുസ്ലിംസും യേശുവിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എപ്പോഴും ഉയർന്നു വരും. യേശുവിനെ യഥാർത്ഥത്തിൽ ക്രൂശിച്ചുവോ? മുസ്ലിംസ് പറയും ഇല്ല. ക്രിസ്ത്യൻസ് പറയും അതെ, യേശുവിനെ ക്രൂശിച്ചുവെന്ന്. പക്ഷേ ഇസ്ലാമിക പൊസിഷൻ സൂക്ഷ്മമായി പരിശോധിച്ചാൽ, അതായത് ഖുറാൻ, ചരിത്രം, ലോജിക് ഇവയെല്ലാം പരിശോധിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? യേശുവിൻ്റെ ക്രൂശീകരണത്തെ നിഷേധിക്കുന്ന ആ ഒരു നിലപാടിനെ ഒന്നും കൂടി മുസ്ലിംസിന് പുനഃപരിശോധിക്കുവാൻ ഖുറാൻ തന്നെ കാരണങ്ങൾ നൽകുന്നുണ്ടോ? ഈ ഒരു സന്ദേശത്തിൽ യേശുവിൻ്റെ ക്രൂശീകരണം സംബന്ധിച്ച് ഓരോ ക്രിസ്ത്യാനിക്കും മുസ്ലിം ഫ്രണ്ട്സിനോടൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ, യേശുവിൻ്റെ ക്രൂശീകരണത്തെപ്പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുവാൻ പറ്റുന്ന 5 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഹലോ, ഐ എം ജോർജി മാത്യു അലക്സിയോസ് ആൻഡ് വെൽക്കം ടു പോയിന്റർ ടു എറ്റേണിറ്റി. നമ്മൾ ഖുറാൻ നോക്കുമ്പോൾ ഖുറാൻ വ്യക്തമായിട്ട് യേശുവിൻ്റെ ക്രൂശീകരണത്തെ തള്ളിക്കളയുന്നുണ്ട്. ഖുറാൻ 4:157 പറയുന്നത്, "They neither killed nor crucified him. It was only made to appear so." അവർ യേശുവിനെ കൊന്നില്ല, ക്രൂശിച്ചുമില്ല, അങ്ങനെ വരുന്നത് പോലെ തോന്നിയതേ ഉള്ളെന്ന്. മറ്റൊരുവനാണ് യേശുവിൻ്റെ ആ ഒരു സാദൃശ്യം നൽകപ്പെട്ടതെന്ന്. ഇങ്ങനെയാണ് ഖുറാൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ പിന്നെ ആ ഒരു വാക്യത്തെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 5 ക്വിക്കായിട്ടുള്ള ആൻസേഴ്സാണ് നിങ്ങൾക്ക് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. ഒന്നാമത്, ഖുറാൻ 19-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിലേക്കൊന്ന് നോക്കി. അവിടെ നമ്മൾ കാണുന്നത് ഈസ, മുസ്ലിംസ് യേശുവിനെ ഈസ എന്നാണല്ലോ വിളിക്കുന്നത്. അപ്പോൾ ഈസ ഒരു കൊച്ചു കുഞ്ഞാണ്, ആ തൊട്ടിലിൽ കിടക്കുന്ന ഒരു കൊച്ചു കുഞ്ഞ്. അപ്പോൾ ആളുകൾ ആ കുഞ്ഞിനോട് ചോദിക്കും, നീ എവിടെ നിന്നാ വന്നതെന്ന്. അപ്പോൾ ആ കുഞ്ഞ് പറയുകയാണ്, ഞാൻ ജനിച്ച നാൾ, മരിക്കുന്ന നാൾ, ഉയർത്തെഴുന്നേൽക്കുന്ന നാൾ അനുഗ്രഹിക്കപ്പെട്ടതാണ്. അപ്പോൾ അവിടെ തന്നെ യേശു തൻ്റെ ജനനം, മരണം, പുനരുത്ഥാനത്തെ തൊട്ടുകൊണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഇത് ഖുറാൻ 4:157 നോക്കുമ്പോൾ അവിടെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്, അവിടെ ഒരു വൈരുദ്ധ്യമുണ്ട്. മുസ്ലിംസിന് ഇതൊട്ട് മനസ്സിലാക്കാനും സാധിക്കുന്നില്ല. അതുകൊണ്ട് അവർ എന്തു ചെയ്യും? മുസ്ലിംസ് പറയും, ഈ കുഞ്ഞ് സംസാരിക്കുന്നത് അങ്ങ് ഭാവിയിലുള്ള ഒരു സംഭവത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അത് ശരിയാ, ഭാവിയെ നോക്കിക്കൊണ്ട് തന്നെയാണ്. കാരണം അപ്പോൾ ആ ഒരു കുഞ്ഞ് തന്നെയാണ്. ആ യേശുവിൻ്റെ മരണവും പുനരുത്ഥാനവും ആ സമയത്തും എത്തിയിട്ടില്ല. യേശു 33 വർഷം കഴിഞ്ഞാണ് മരിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ മുസ്ലിം പറയും, അതങ്ങ് വളരെ ദൂരത്തുള്ള ഭാവിയിലെ ഒരു സംഭവമാണ്. യേശു ഭാവിയിൽ മരിക്കുന്നു, യേശു ആ ദിവസം വരെ അങ്ങനെ മരിച്ച അവസ്ഥയിൽ തന്നെ തുടരുന്നു, എന്നിട്ട് പിന്നീട് യേശുവിനെ ഉയർപ്പിക്കുന്നു. ആ വാക്യത്തിൽ അപ്രകാരമുള്ളൊരു അർത്ഥം വരാനായിട്ടുള്ള രീതിയിൽ ഒരു രീതിയിലും ഉള്ള ഒരു ഭാഷാപ്രയോഗം ആ വാക്യത്തിലില്ല. മുസ്ലിങ്ങൾക്ക് ആ ഒരു വാക്യത്തിലോട്ട് അപ്രകാരമുള്ളൊരു അർത്ഥം കുത്തിക്കയറ്റിയെങ്കിൽ മാത്രമേ അപ്രകാരമുള്ളൊരു അർത്ഥം ഡ്രോ ഔട്ട് ചെയ്യുവാൻ, അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാണ് നമ്മൾ ടെക്നിക്കലി പറയുന്നത് എയ്സജീസിസ്. ഒരു വാക്യത്തിലേക്ക് നമുക്ക് തോന്നുന്ന ആ ഒരു അർത്ഥം കുത്തിക്കയറ്റിയിട്ട് അതാണ് ആ വാക്യം പറയുന്നതെന്നുള്ള രീതിയിൽ പുറത്ത് പറയുക. ഇനിയിപ്പം യോഹന്നാൻ സ്നാപകനെ പറ്റി ഇതേ ഭാഷാ ശൈലി ഖുറാൻ 19:15 വാക്യത്തിൽ കൊടുത്തിട്ടുണ്ടല്ലോ. ഞാൻ ജനിക്കുന്ന നാൾ, മരിക്കുന്ന നാൾ, ഉയർത്തെഴുന്നേൽക്കുന്ന നാൾ അനുഗ്രഹിക്കപ്പെട്ടതെന്ന്. എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. യോഹന്നാൻ ജനിച്ചു, മരിച്ചു, അവനെ ഇനി ഉയർപ്പിക്കും. അപ്പോൾ യേശുവിനെ പറ്റി അതേ ഭാഷാ ശൈലിയിൽ ഖുറാൻ 19:33 എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഏറ്റവും നാച്ചുറലായ, സ്വാഭാവികമായിട്ടുള്ള അർത്ഥം യേശു ജനിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു എന്നാണ്. അപ്പം ആ ഒരു വേർഡിങ്, ആ ഭാഷാ ശൈലി നാച്ചുറലായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് മരണത്തിന് ശേഷം പുനരുത്ഥാനം. മാത്രമല്ല, ഖുറാൻ്റെ 3-ാമത്തെ അധ്യായം 55-ാമത്തെ വാക്യത്തിൽ ദൈവം ഈസായോട് പറയുകയാണ്, ഐ വിൽ കോസ് യു ടു ഡൈ. ഞാൻ നിന്നെ മരിപ്പാൻ ഇടയാക്കും. അവിടെ അറബിക് ഭാഷയിൽ ആ പദത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് മുത്താവഫിക്ക. മു എന്ന് പറഞ്ഞാൽ ആ പറയുന്ന വ്യക്തി, തൊഫാക്ക് എന്ന് പറഞ്ഞാൽ കോസ് ടു ഡൈ, മരിക്കാൻ ഇടയാക്കുക, ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഐ വിൽ കോസ് യു ടു ഡൈ, ഞാൻ നിന്നെ മരിക്കുവാൻ ഇടവരുത്തും. അപ്പോൾ അത് അറബിക് ഭാഷയിൽ വളരെ ക്ലിയറാണ്. പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇന്നത്തെ കാലത്ത് കാണുന്ന എല്ലാ പരിഭാഷയിലും അതിനെ മാറ്റി എഴുതിയിരിക്കുന്നത് ഐ വിൽ കോസ് യു ടു സ്ലീപ്പ്, ഞാൻ നിന്നെ ഉറങ്ങുവാൻ ഇടയാക്കുമെന്ന്. പക്ഷേ ഏതൊരു അറബിക് സംസാരിക്കുന്ന ഒരു വ്യക്തിക്കും അറിയാം, മുത്താവഫിക്ക എന്ന് പറഞ്ഞാൽ ഡൈ, മരിക്കുക എന്നാണ്. അതിൻ്റെ അർത്ഥം അറബിക്കിൽ ഉറങ്ങുക എന്നല്ല.
1930കളിലാണ് അവർക്ക് ഈ മാറ്റം വരുത്തേണ്ടി വന്നത്. കാരണം ഗവൺമെൻറ്റ്സിൻ്റെ എല്ലാം പ്രഷർ അവർക്കുണ്ടായിരുന്നു. അവർ പറഞ്ഞു, യേശുവിനെ നമുക്ക് മരിക്കുവാനായിട്ടുള്ള രീതിയിൽ, യേശു മരിക്കുന്ന കാര്യത്തെപ്പറ്റി നമുക്കങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കാരണം അങ്ങനെ വന്നാൽ ഖുറാൻ 3:55 ഖുറാൻ 4:157 തമ്മിൽ ഒരു ഇൻറ്റേർണൽ കോൺട്രഡിക്ഷൻ, ആന്തരിക വൈരുദ്ധ്യമുണ്ടാകും. നമുക്ക് നമ്മുടെ ബൈബിളിൽ അപ്രകാരമുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ടെക്സ്റ്റിനെ മാറ്റി എഴുതുക, വാക്യങ്ങളെ തിരുത്തി എഴുതുക. കാരണം എന്നാ? ആ തിയോളജി, വേദശാസ്ത്രം കറക്റ്റ് ആകുവാൻ അതിനെ സ്യൂട്ട് ചെയ്യുന്ന വിധത്തിൽ വാക്യങ്ങളെ തിരുത്തി എഴുതുന്നു. അതാണ് ഖുറാനിൽ ചെയ്തിരിക്കുന്നത്. ആൻഡ് ബൈ ദ വേ, നമ്മളിവിടെ പരിഭാഷകളെ അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി അല്ല സംസാരിക്കുന്നത്. കാരണം അറബിക് ഭാഷയിൽ ആ ടെക്സ്റ്റിൽ മുത്താവഫിക്ക എന്ന് തന്നെയുള്ള പദമാണ്. അപ്പോൾ ഖുറാൻ 4-ാമത്തെ അധ്യായം, 19-ാമത്തെ അധ്യായം, 3-ാമത്തെ അധ്യായങ്ങൾ തമ്മിലുള്ള ഇൻറ്റേർണൽ കോൺട്രഡിക്ഷൻസ്, ആന്തരിക വൈരുദ്ധ്യങ്ങൾ കണ്ടോ? ഇനിയിപ്പം രണ്ടാമത്, യേശു മരിച്ചില്ല എങ്കിൽ നമ്മൾ ചരിത്രരേഖകളെ സംബന്ധിച്ച് എന്തു ചെയ്യും? ചരിത്രരേഖകൾ വളരെ ക്ലിയറാണ്. ഏതൊരു ചരിത്രകാരനും, ആ സമയം തൊട്ടുള്ള ചരിത്രകാരനും വ്യക്തമായിട്ട് അറിയാമായിരുന്നു യേശു മരിച്ചു എന്നുള്ളത്. യേശുവിൻ്റെ ജീവിതത്തെപ്പറ്റിയൊക്കെ പരിശോധിക്കുമ്പോൾ നമ്മളെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 വലിയ ചരിത്രകാരന്മാരെ തന്നെ ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. താലസും ഫ്ലെഗോനും. അവർ ഗ്രീക്ക് ചരിത്രകാരന്മാരായിരുന്നു. അവർ 52 AD സംവാദിക്കുകയായിരുന്നു യേശു മരിച്ചോ എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചയും സംവാദത്തിൽ. അതായത് യേശുവിൻ്റെ മരണത്തിന് അറൗണ്ട് 19 വർഷം കഴിഞ്ഞിട്ട് നടക്കുന്ന ഒരു സംവാദമാണ്. അതിൽ അവർ എഴുതിയിരിക്കുന്നത് യേശു മരിച്ചപ്പോൾ സൂര്യൻ അന്ധകാരമായി മാറി, ഭൂമി കുലുങ്ങിയെന്നും. അപ്പോൾ ഇവിടെ ഗ്രീക്ക് ചരിത്രകാരന്മാർ അവർക്ക് ഒരു കാരണവുമില്ല ക്രിസ്തീയ രേഖയെ സപ്പോർട്ട് ചെയ്ത് എഴുതണമെന്ന്. എന്നിട്ട് കൂടി അവർ സമ്മതിക്കുന്നു യേശു മരിച്ചു എന്നുള്ളത്. പിന്നീടുള്ള വ്യക്തിയാണ് ടസീറ്റസ്. ടസീറ്റസ് എന്ന് പറഞ്ഞാൽ ഒരു റോമൻ ചരിത്രകാരനായിരുന്നു. ടസീറ്റസിന് ക്രിസ്ത്യൻസിനെ ഇഷ്ടമല്ലായിരുന്നു. ക്രിസ്ത്യൻസിനെ പറ്റി ഒരു നല്ല കാര്യവും ടസീറ്റസ് എഴുതിയിട്ടുമില്ല. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, യേശുവിൻ്റെ മരണത്തെപ്പറ്റി ടസീറ്റസ് എഴുതിയിട്ടുണ്ട്. യേശു മരിച്ചു എന്ന് എഴുതുക മാത്രമല്ല താൻ ചെയ്തത്, ആ സംഭവം നടക്കുന്നത് പൊന്തിയോസ് പീലാത്തോസിൻ്റെ ആ അധികാരത്തിൻ്റെ കീഴിലും തിബേരിയസിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ, ആ ഒരു റൂൾ, ആ വാഴ്ചയുടെ സമയത്താണ് യേശു മരിച്ചതെന്നും ഈ ടസീറ്റസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് യേശു 33 AD മരിച്ചതെന്ന് നമുക്കൊരു അറിവ് ലഭിക്കുന്നത്. കാരണം ടസീറ്റസിൻ്റെ ഈ ഒരു രേഖ നിമിത്തം. പിന്നീടുള്ള വ്യക്തിയാണ് ജോസീഫസ്. ജോസീഫസ് എന്ന് പറഞ്ഞാൽ ഒരു യഹൂദ ചരിത്രകാരൻ യേശുവിൻ്റെ മരണത്തെപ്പറ്റി എഴുതുന്നുണ്ട്. അതും താൻ ഇതുകൂടെ പറയുന്നുണ്ട്, ക്രിസ്ത്യൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് 3 ദിവസത്തിന് ശേഷം യേശു തൻ്റെ ശിഷ്യന്മാർക്കൊക്കെ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത്. അതും യോസീഫസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഗ്രീക്ക്, റോമൻ, യഹൂദ ചരിത്രകാരന്മാർ എല്ലാവരും ഒരുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് യേശു മരിച്ചു എന്നുള്ളത്. അപ്പോൾ ഇവിടെ എനിക്ക് നമ്മുടെ മുസ്ലിം ഫ്രണ്ട്സിനോട് ചോദിക്കാനുള്ളത്, ഇനി നിങ്ങളൊരു ക്രിസ്ത്യനാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ നിങ്ങളുടെ മുസ്ലിം ഫ്രണ്ട്സിനോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കും ഈ ഒരു ചോദ്യം ചോദിക്കാം. ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് ഒരു ചരിത്രകാരനെയെങ്കിലും കാണിക്കാൻ പറ്റുമോ 1-ാം, 2-ാം, 3-ാം, 4-ാം, 5-ാം, 6-ാം, 7-ാം നൂറ്റാണ്ട് വരെയുള്ള ഏതെങ്കിലും ഒരു ചരിത്രകാരനെ കാണിക്കാൻ പറ്റുമോ യേശുവിൻ്റെ ക്രൂശീകരണത്തെ നിഷേധിക്കുന്ന, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പറയുന്ന ഒരൊറ്റ ചരിത്രകാരനെയെങ്കിലും കാണിക്കാൻ പറ്റുമോ? ആരുമില്ല. ഉള്ളി റെഫറൻസ്, ഏക റെഫറൻസ് വരുന്നത് യേശു മരിച്ചില്ല എന്ന് പറയുന്നത് ഖുറാൻ 4:157 ആൻഡ് അത് വരുന്നതും 8-ാം അല്ലെ 9-ാം നൂറ്റാണ്ട് AD അല്ലാതെ 7-ാം നൂറ്റാണ്ടിലല്ല. അത് എന്തുകൊണ്ടാണെന്നുള്ളത് മറ്റൊരു സന്ദേശത്തിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഖുറാനകത്തുള്ള ആന്തരിക വൈരുദ്ധ്യങ്ങൾ മാത്രമല്ല, ചരിത്രപരമായിട്ടുള്ള വൈരുദ്ധ്യവും കൂടി ഇവിടെ വരികയാണ്. ഇനിയിപ്പോൾ മൂന്നാമത്, വാട്ട് അബൌട്ട് ദി ഐ വിറ്റ്നസസ്, ദൃക്സാക്ഷികളുടെ കാര്യമോ? യോഹന്നാൻ, അതായത് യേശുവിനെ ഏറ്റവും ഇഷ്ടമുള്ള ശിഷ്യനായിരുന്നു യോഹന്നാൻ. യോഹന്നാൻ യേശുവിൻ്റെ കൂടെ 3 വർഷം നടന്നു. ആ ക്രൂശിൻ്റെ ചുവട്ടിൽ യോഹന്നാൻ ഉണ്ടായിരുന്നു. ക്രൂശിൽ നിന്ന് യേശു യോഹന്നാനോട് സംസാരിക്കുകയും ചെയ്തു. അപ്പം യോഹന്നാന് തിരിച്ചറിയത്തില്ലായിരുന്നോ യേശു ആരാന്നുള്ളത്, ആ ക്രൂശെ കിടക്കുന്ന വ്യക്തി ആരാന്നുള്ളത്? ആ ക്രൂശെ കിടക്കുന്ന വ്യക്തി മറ്റാരെങ്കിലും ആണെങ്കിൽ യോഹന്നാൻ ആദ്യം തന്നെ തിരിച്ചറിയേണ്ടതല്ലായിരുന്നോ? ഉറപ്പായിട്ടും തിരിച്ചറിയാമായിരുന്നു. അങ്ങനെ വേറൊരു വ്യക്തിയാണ് യേശുവിന് പകരമായി ക്രൂശെ കിടക്കുന്നതെങ്കിൽ യോഹന്നാൻ തന്നെ പെട്ടെന്ന് തന്നെ ഉറക്കെ പറയത്തില്ലായിരുന്നോ, അയ്യോ ഇത് മറ്റൊരു വ്യക്തിയാണല്ലോ എന്ന്? ഇനിയിപ്പം മറിയയെ പറ്റിയോ? അതായത് യേശുവിൻ്റെ അമ്മ മറിയ യേശുവിൻ്റെ അമ്മയായിരുന്നു. 33 വർഷം യേശുവിനെ നന്നായി അറിഞ്ഞ വ്യക്തിയാണ് തൻ്റെ അമ്മയായ മറിയ. ഒരു അമ്മയ്ക്ക് തൻ്റെ മകനെ അറിയാതിരിക്കുമോ? അങ്ങനെയെങ്കിൽ
ഒരു റെഫറൻസ് പോലും ഇല്ല. ആ ക്രൂശേ കിടക്കുന്ന വ്യക്തി യേശു ആണോ ഇല്ലയോ എന്നുള്ളത് മറിയയ്ക്കൊരു സംശയം ഉണ്ടതായിട്ടുള്ള രീതിയിൽ ഒരു റെഫറൻസ് പോലുമില്ല. ഇനിയിപ്പം ക്രൂശേ കിടക്കുന്ന ആ വ്യക്തിയുടെ കാര്യമോ? യേശുവിന് പകരം മറ്റാരെങ്കിലുമാണ് ആ ക്രൂശേ കിടന്നതെങ്കിൽ ആ വ്യക്തി പരസ്യമായിട്ടുള്ള രീതിയിൽ നിലവിളിക്കത്തില്ലായിരുന്നോ? അയ്യോ, നിങ്ങൾക്ക് ആള് മാറിപ്പോയി, ഞാനല്ല അവൻ, എന്നെ രക്ഷിക്കണമേ എന്ന് അവൻ നിലവിളിക്കത്തില്ലായിരുന്നോ? ആ ക്രൂശേ കിടക്കുന്ന വ്യക്തി എന്താണ് പറഞ്ഞത്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് നീ ക്ഷമിക്കണമേ, അങ്ങയുടെ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നുവെന്ന്. അത് മാറിപ്പോയ ഒരു വ്യക്തിയുടെ സംസാരമോ പറച്ചിലോ വല്ലോ ആണോ? അല്ല. ആ ക്രൂശേ കിടന്ന വ്യക്തി സ്വന്തം ഇഷ്ടപ്രകാരം ആ ക്രൂശയിലോട്ടുള്ള രീതിയിൽ പോയി. അവനറിയാമായിരുന്നു അവൻ ക്രൂശേ തന്നെ പോകേണ്ടവനാണെന്നുള്ളത്. കാരണം അവനറിയാമായിരുന്നു അങ്ങനെ അവൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക്, അവൻ്റെ ഭവനത്തിലേക്ക് തന്നെ അവൻ മടങ്ങിപ്പോവുകയാണ്. പക്ഷേ അവൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് അവൻ മടങ്ങിപ്പോകുന്നതിന് മുമ്പ് അവനൊരു കാര്യം ചെയ്യാനുണ്ടായിരുന്നു. ദി അറ്റോൺമെൻറ്റ് വർക്ക് ഓൺ ദ ക്രോസ്. ക്രൂശയിലുള്ള ആ രക്ഷണ്യ പ്രവൃത്തി യേശുവിന് ചെയ്തെടുക്കണമായിരുന്നു. ഇനിയിപ്പം നാലാമത്തെ ഒരു പ്രോബ്ലം, അല്ലെങ്കിൽ നാലാമത്തെ പോയിന്റ് ആണെങ്കിലും നാലാമത്തെ ഒരു പ്രോബ്ലം, ഒരു പ്രശ്നം തന്നെയാണ് ഈസായെക്കുറിച്ചുള്ള പ്രശ്നം. ഈസ മറ്റൊരു വ്യക്തിയാണ് തനിക്ക് പകരമായിട്ടുള്ള രീതിയിൽ ആ ഒരു സ്ഥാനത്തേക്ക്, അതായത് ക്രൂശയിലോട്ടുള്ള രീതിയിൽ അയച്ചതെങ്കിൽ, അങ്ങനെ ഈസ ആ ക്രൂശയിൽ മരിച്ചില്ല എങ്കിൽ, പക്ഷേ 3 ദിവസത്തിന് ശേഷം തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയും താൻ സ്വയം ഇൻട്രഡ്യൂസ് ചെയ്യുകയും എന്നിട്ട് താൻ അവകാശപ്പെടുകയാണ് താനാണ് ആ ക്രൂശയിൽ മരിച്ചതും ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റ് വന്നത് എന്ന് പറയുമെങ്കിൽ, പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷം ആ തോമസിൻ്റെ സംശയത്തെ ക്ലിയർ ചെയ്യുവാൻ വേണ്ടി യേശു വന്ന് നിൽക്കുമ്പോൾ അവർ പറയുന്ന ഈസ, മുസ്ലിംസ് പറയുന്ന ഈസ തൻ്റെ കയ്യിലുള്ള ആണിപ്പഴുതും തൻ്റെ കാലിലുള്ള ആണിപ്പഴുതുമെല്ലാം കാണിച്ച് അവരോട് അങ്ങനെ പറയുമെങ്കിൽ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഏത് പ്രവാചകനാണ് അങ്ങനെ കള്ളം പറയുന്നത്? തനിക്ക് പകരമായി മറ്റൊരുവനെയാണ് ക്രൂശയിൽ അയച്ചതെങ്കിൽ പിന്നീട് വന്നിട്ട് ഇപ്രകാരം അവകാശങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ ഏത് പ്രവാചകനാണ് അപ്രകാരം കള്ളം പറയുന്നത്? എന്തായാലും എൻ്റെ യേശു അങ്ങനെ കള്ളം പറയില്ല. മുസ്ലിംസിന് തെറ്റായിട്ടുള്ള ഒരു യേശുവിനെയാണ് അവർ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്, ചരിത്രപരമായിട്ടുള്ള രേഖയാണെന്ന് അവർ കരുതുകയാണ്. പക്ഷേ ഖുറാനിലെ ഈസ ബൈബിളിലെ യേശുവുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇനിയാണ് അഞ്ചാമത്തേത്. ഇതാണ് ഹാർഡസ്റ്റ് വൺ, ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. മുസ്ലിംസിന് എന്ത് ചെയ്യണം എന്നറിയില്ല. ഇതിനെ ഒരു മോറൽ ആർഗ്യുമെൻറ്റ്, ധാർമ്മികവാദം എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. അള്ളാഹ് മറ്റൊരുവൻ്റെ സാദൃശ്യം എടുത്തിട്ട് എന്നിട്ട് യേശുവിൻ്റെ സാദൃശ്യം ആ വ്യക്തിയുടെ മേൽ പതിപ്പിച്ചിട്ട് അങ്ങനെ ആ മറ്റേ ഒരു വ്യക്തിയെ യേശുവിന് പകരമായി ആ ക്രൂശയിൽ മരിക്കുവാൻ അനുവദിച്ചിട്ട് എന്നിട്ട് 600-ൽ പരം വർഷങ്ങൾ ആരോടും പറയാതെ മിണ്ടാതിരുന്നെങ്കിൽ അത് എന്തൊരു തരത്തിലുള്ള ഒരു ദൈവമാണ്? അത് ചതിക്കുന്ന ഒരു ദൈവമാണ്. അത് ഉറപ്പായിട്ടും ബൈബിളിലെ ദൈവമല്ല. നമുക്ക് ബൈബിളിൽ ഒരിടത്ത് പോലും ദൈവം ചതിക്കുന്നവനാണ് എന്ന് കാണാൻ സാധിക്കില്ല. അവർക്ക് തെറ്റായിട്ടുള്ള ദൈവത്തെ, അള്ളാഹുവിനെയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം അതാണ് ഖുറാൻ്റെ ദൈവം. ഖുറാൻ നമ്മൾ നോക്കുവാണെങ്കിൽ നോർമലായിട്ടുള്ളൊരു കാര്യമാണ് ഖുറാനിലെ ദൈവം ചതിക്കുന്ന ദൈവമാണെന്ന്. ഖുറാനിൽ അനേക സ്ഥലങ്ങളിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അള്ളാഹ് ചതിക്കും. ഉദാഹരണത്തിന് 3:54, 8:30, 10:21, 3:28 ഇങ്ങനെ ഒട്ടേറെ വാക്യങ്ങളിൽ പറയുന്ന ഒരു കാര്യമാണ് ദൈവം ചതിക്കും. അള്ളാഹ് ചതിയുടെ മുകളിലാണ്. നമ്മൾ മനുഷ്യരെ ധാർമ്മികമായിട്ടുള്ള രീതിയിൽ അളക്കുന്ന സ്റ്റാൻഡേർഡ്, ആ സ്റ്റാൻഡേർഡ് വെച്ച് ദൈവത്തെ അളക്കാൻ പറ്റില്ല. കാരണം അവൻ ദൈവമാണ്. ഇങ്ങനെ ഒരു പിക്ചറാണ് ഖുറാൻ നൽകുന്നത്. ഇതിൽ നിന്ന് തന്നെ ഒരു സജഷൻ ഉണ്ട്. അതായത് ഇത് വിരൽ ചൂണ്ടുന്നത് നമ്മൾ 2 വ്യത്യസ്ത ദൈവങ്ങളെപ്പറ്റിയല്ലേ സംസാരിക്കുന്നത്, അല്ലേ? ഖുറാനിലെ ദൈവം ബൈബിളിലെ ദൈവമല്ല. ഖുറാനിലെ ദൈവത്തിന് ബൈബിളിൽ കാണുന്ന ദൈവവുമായിട്ട് ഒരു പങ്കുമില്ല. അതുകൊണ്ട് ആരും, മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും പറയരുത് വി ഷെയർ ദ സെയിം ഗോഡ് എന്ന്. ഞങ്ങൾ സേവിക്കുന്ന ദൈവം, നമ്മൾ സേവിക്കുന്ന ദൈവം, നമ്മൾ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം ഒരേ ദൈവമാണെന്ന് ഒരു ക്രിസ്ത്യാനിയും പറയരുത്, ഒരു മുസ്ലിമും പറയരുത്. അപ്പോൾ ക്രിസ്ത്യൻസിനോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഖുറാനിലെ ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് ക്രിസ്ത്യൻസിനോട് ഒരു കാര്യം കൂടെ ഉറപ്പിക്കാം, ഈ 5 പോയിന്റുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. മുസ്ലിം ഫ്രണ്ട്സിനോട് നിങ്ങൾക്ക് യേശുവിനെ പറ്റി പറയുമ്പോൾ ഈ പോയിന്റ്സ് ഒക്കെയും നിങ്ങൾക്ക് ഡിസ്കഷനിൽ ഉപയോഗിക്കാം. ആൻഡ് മുസ്ലിംസ് കാണുന്നവരോട് എനിക്കൊരു കാര്യം ഓർപ്പിക്കാനുള്ളത്, നിങ്ങൾ മനസ്സിലാക്കണം, ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന് പരിഹാരത്തിന് വേണ്ടി.
എൻ്റെ ഏതൊരു വ്യക്തിയും മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് യേശുവിൻ്റെ അക്രൂശിലെ പ്രവൃത്തിയിൽ വിശ്വസിച്ച് യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ച് യേശുവിൻ്റെ കർത്തൃത്വത്തിന് കീഴിൽ ജീവിതം സമർപ്പിക്കുമെങ്കിൽ പിതാവാം ദൈവം സൗജന്യമായി നിത്യജീവൻ അങ്ങനെ ഒരു വ്യക്തിയുടെ മേൽ കണക്കിടും. ആമേൻ. ബൈ ദ വേ, ഈ ഒരു സന്ദേശവുമായിട്ട് ചേർന്ന് ചിന്തിക്കാവുന്ന മറ്റ് റിലേറ്റഡ് സന്ദേശങ്ങൾ, ഉദാഹരണത്തിന് എങ്ങനെയാണ് നമുക്ക് ദൈവത്തിൻ്റെ ത്രിയേകത്വത്തെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, എങ്ങനെയാണ് ദൈവത്തിന് ഈ ഭൂമിയിലേക്ക് വരുവാൻ സാധിക്കുന്നത്, ഖുറാനിൽ നിന്ന് തന്നെ വല്ല തെളിവുണ്ടോ, പിന്നീട് ദൈവത്തിന് എങ്ങനെയാണ് ഒരു പുത്രൻ ഉണ്ടാകുവാൻ സാധിക്കുന്നത്, യേശു എവിടെയാണ് പറയുന്നത് ഞാൻ ദൈവമാണെന്നുള്ളത്, ദൈവം ത്രിയേകത്വമോ അതോ തൗഹീദോ, എങ്ങനെയാണ് മുസ്ലിംസിന് പോലും ഉത്തരം പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഖുറാനിൽ നിന്ന് തന്നെ ഉള്ളത്. ഇപ്രകാരമുള്ള അനേക സന്ദേശങ്ങളുടെയും ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ, ഈ ഒരു സന്ദേശം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പും കൂടെ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടനും ചേർന്ന് കാണുന്ന ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷനോട് എനേബിൾ ചെയ്യുക. ആൻഡ് വൺ മോർ തിങ്, പ്ലീസ് മിനിമം ഒരാൾക്കെങ്കിലും ഈ സന്ദേശം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ സാധാരണയായി പറയുന്ന പോലെ തന്നെ സ്പ്രെഡ് ദ വേർഡ്, മറ്റുള്ളവർക്ക് സത്യം മനസ്സിലാക്കുവാൻ ഇടയായി തീരട്ടെ. അതിനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.